വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4-ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം 2-ാം ഭാഗത്തിലെ 2-ാമത്തെ പാഠം വസ്ജുദു ലില്ലാഹ്. സുജൂദ് സഹ്വി ഖുബൈല സലാം. സുജൂദ് സഹ്വി ഖുബൈല സലാം. സലാമിന്റെ തൊട്ട് മുമ്പാണ് സുജൂദ് സഹ്വി. സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നത് എപ്പോഴാണ്? സലാമിന്റെ തൊട്ട് മുമ്പാണ്. സലാം വീട്ടുന്നതിന്റെ തൊട്ട് മുമ്പായിട്ടാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ അതാത് സുന്നത്തുകളിൽ നിന്നുള്ള 7 ഈ 7 നിന്ന് ഏതെങ്കിലും ഒന്ന് നമസ്കാരത്തിന് നഷ്ടപ്പെട്ടു പോയാൽ സലാം വീട്ടുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് 2 സഹ്വിന്റെ സുജൂദ് ചെയ്യുക. അത് ചെയ്താൽ നമ്മൾ എന്ത് പരിഹരിക്കപ്പെടും? ആ ഒഴിവാക്കിയ ഏത് അതാത് സുന്നത്താണ് ഒഴിവാക്കിയത് അതെന്ത് ചെയ്യും? പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ വേറെയും കാരണങ്ങളുണ്ട് സഹ്വിന്റെ സുജൂദിന്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഇനി ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, ഖദീജയും ഉമ്മയും ഏത് നിസ്കാരമാണ് നിർവഹിച്ചത്? ആൻസർ സുബ്ഹ് നിസ്കാരം. 2, അബാദ് സുന്നത്തുകൾ എത്ര? ആൻസർ 7. ഇനി മൂന്നാമത്തത്, അബാദ് സുന്നത്തുകളും ഹൈആത്ത് സുന്നത്തുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന്? ആൻസർ, അബാദ് സുന്നത്ത് ഒഴിവായാൽ സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും. ഹൈആത്ത് സുന്നത്ത് മറന്നാൽ സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുകയില്ല. 4, ഖുനൂത്ത് ഓതേണ്ട സന്ദർഭങ്ങൾ ഏതെല്ലാം? ആൻസർ, സുബ്ഹിയിലും റമളാൻ അവസാന പാതിയിലെ വിത്റിലും. 5, ഖുനൂത്ത് ഓതാൻ മറന്നാൽ എന്ത് ചെയ്യണം? ആൻസർ, സഹ്വിന്റെ സുജൂദ് ചെയ്യണം. 6, ഹൈആത്ത് സുന്നത്തുകൾക്ക് 3 ഉദാഹരണങ്ങൾ എഴുതുക. ആൻസർ, സൂറത്ത് ഓതുക, ദുആഉൽ ഇഫ്തിതാഹ്, സുജൂദിലെ ദിക്ർ. ഇനി 7ാമത്തത്, ഖുനൂത്തിന് ശേഷമുള്ള സ്വലാത്ത് എഴുതുക. ആൻസർ, സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇനി 2ാമത്തെ, നക്തുബു മുദക്കിറ. അബാദ് സുന്നത്തുകൾ എഴുതാനാണ്. ആ 7 അബാദ് സുന്നത്തുകൾ ഈ പാഠത്തിലേക്ക് ഇവിടേക്ക് എഴുതി കൊടുക്കുക എന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. ധാരാളം അറിവുകൾ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.